السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ കിതാബു തൗഹീദ് എന്ന മഹത്തരമായ ഗ്രന്ഥമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. തൗഹീദിൻ്റെ വിശദീകരണം അഥവാ തൗഹീദിൻ്റെ തെളിവുകളാണ് കഴിഞ്ഞ അധ്യായങ്ങളിൽ അദ്ദേഹം എടുത്തുകൊടുത്തിട്ടുള്ളത്. അല്ലാഹു അല്ലാത്തവർക്കുള്ള ബലി, അതുപോലെ നേർച്ച, അല്ലാഹു അല്ലാത്തവരോടുള്ള കാവലിനെ ചോദിക്കൽ. അതിനുശേഷം ഷെയ്ഖ് റഹിമഹുല്ലാ അടുത്ത അധ്യായം ഇപ്രകാരം കൊടുത്തിരിക്കുന്നു: ബാബുൻ മിനശ്ശിർക്കി അൻ യസ്തഗീസ ബിഗൈരില്ലാഹി ഔ യദ്ഉവ ഗൈറഹു. ബാബുൻ അധ്യായം, മിനശ്ശിർക്കി ഷിർക്കിൽപ്പെട്ടതാണ്, അൻ യസ്തഗീസ ഇസ്തിഗാസ ചെയ്യൽ അഥവാ സഹായം തേടൽ, ബിഗൈരില്ലാഹി അല്ലാഹു അല്ലാത്തവരോട്, അല്ലാഹു അല്ലാത്തവരോടുള്ള സഹായതേട്ടം, ഔ യദ്ഉവ ഗൈറഹു അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കൽ. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഷിർക്കിൽപ്പെട്ടതാണ് എന്ന് വിശദീകരിക്കുന്ന അധ്യായം. സഹോദരങ്ങളെ, അൽ ഇസ്തിഗാസ എന്ന വാക്ക് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അഥവാ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു വാക്കാണ് ഇസ്തിഗാസ എന്ന വാക്ക്. ഇസ്തിഗാസ എന്നു പറഞ്ഞാൽ തലബുൽ ഗൗസ്, സഹായം തേടൽ എന്നാണ് ഒറ്റവാക്കിൽ അതിൻ്റെ അർത്ഥം. വഹുവ ഇസാലത്തു ഷിദ്ദതി. ഇസ്തിഗാസക്കൊരു പ്രത്യേകതയുണ്ട്. ഇസ്തിഗാസ എന്നത് പ്രയാസഘട്ടങ്ങളിൽ, ആപൽഘട്ടങ്ങളിൽ വിളിച്ചു പ്രാർത്ഥിക്കുന്ന തേട്ടത്തിനാണ് ഇസ്തിഗാസ എന്നു പറയുക. അഥവാ ഒരാൾ കുടുങ്ങി അങ്ങേയറ്റത്തെ പ്രയാസത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരാളോട് സഹായം ചോദിക്കുന്നതിനാണ് ഇസ്തിഗാസ ചെയ്യുക എന്ന് പറയുക. മിനശ്ശിർക്കി എന്ന് ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, ഇസ്തിഗാസ എന്നത് ഷിർക്കിൽപ്പെട്ടതുമുണ്ട്, ഷിർക്കിൽപ്പെടാത്തതുമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കും. എന്താണ് ഷിർക്കാവാനുള്ള മാനദണ്ഡം, എന്താണ് ഷിർക്ക് അല്ലാതിരിക്കാനുള്ള മാനദണ്ഡം, അത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഇസ്തിഗാസയുടെ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കലുകൾ, അത് എന്താണ് അതിൻ്റെ വസ്തുത എന്നത് ബോധ്യപ്പെടുകയും ചെയ്യും. അല്ലാഹു സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണാം: തലബുൽ ഹവായിജി മിനൽ മൗത, മരണപ്പെട്ട ആളുകളോട് സഹായം തേടുക, വൽ ഇസ്തിഗാസതു ബിഹിം, അവരോട് ഇസ്തിഗാസ ചെയ്യുക, വത്തവജ്ജുഹു ഇലൈഹിം,
അവരിലേക്ക് തിരിയുക. വഹാദ അസ്ലു ഷിർക്കിൽ ആലം, ഈ പറഞ്ഞ വിഷയമാണ് ലോകത്ത് സംഭവിച്ച ഷിർക്കിൻ്റെ അടിസ്ഥാനം. ആദ്യമായി ലോകത്ത് ഷിർക്ക് ഉടലെടുക്കുന്നത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അയക്കപ്പെട്ട സമുദായത്തിലാണ്. ആ സമുദായത്തിൽ സംഭവിച്ച കാര്യമാണ് ഈ പറഞ്ഞത്. മരണപ്പെട്ടവരോട് സഹായം തേടും, അവരോട് ഇസ്തിഗാസ ചെയ്യും, അവരിലേക്ക് കാര്യങ്ങളെല്ലാം തിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്തിഗാസ എന്നതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. ഷെയ്ഖ് റഹിമഹുല്ല ഈ കൊടുത്ത അധ്യായം ഇതിനു മുന്നേ പറഞ്ഞ അധ്യായവുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന അധ്യായം തന്നെയാണ്. അഥവാ ഇതെല്ലാം ഷിർക്കിൽപ്പെട്ടതാണ്. ഇത്തരം അല്ലാഹു അല്ലാത്തവരോടുള്ള ഇസ്തിഗാസയാവട്ടെ, പ്രാർത്ഥനയാവട്ടെ, അത് ഷിർക്കിൽപ്പെട്ടതാണ്. ഒരാളത് ചെയ്താൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകും എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഷെയ്ഖ് റഹിമഹുല്ല ഏതാനും ചില ആയത്തുകളും ഒരു ഹദീസുമാണ് ഈ അധ്യായത്തിൽ എടുത്തു കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, വഖൗലുല്ലാഹി തആല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിനദ് ളാലിമീൻ വഇൻ യംസസ്ക അല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു. സൂറത്തു യൂനുസിലെ 106, 107 ആയത്തുകളാണ്. ഷെയ്ഖ് പറഞ്ഞു അൽ ആയ, അഥവാ ആ ആയത്ത് മുഴുവനായി അവിടെ ഉദ്ദേശിക്കപ്പെടുന്നു. ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്, വലാ തദ്ഉ, നീ പ്രാർത്ഥിക്കരുത്, താങ്കൾ പ്രാർത്ഥിക്കരുത്. ഇവിടെ നീ, താങ്കൾ എന്നതുകൊണ്ടുള്ള അഭിസംബോധന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. ഒന്നാമതായി അള്ളാഹു അവിടുത്തോട് പറയുന്നു, വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്, ഓ നബിയെ, അള്ളാഹുവിന് പുറമെയുള്ള ആളുകളോട് താങ്കൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. മാ ലാ യൻഫഉക വലാ യദുറുക, അവർ താങ്കൾക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ല. സഹോദരങ്ങളെ, ഈ ആയത്തിൽ വലിയ ഗുണപാഠങ്ങളുണ്ട്, വലിയ പാഠങ്ങളുണ്ട്. അള്ളാഹു പറയുന്നത് നോക്കൂ, മാ ലാ യൻഫഉക വലാ യദുറുക, ഓ നബിയെ, താങ്കൾ അള്ളാഹുവിന് പുറമെ ആരൊക്കെ വിളിച്ചു തേടുന്നുണ്ടോ അവർ താങ്കൾക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഫഇൻ ഫഅൽത, ഓ നബിയെ, താങ്കളെങ്ങാനും ഇനി അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഫഇന്നക ഇദൻ മിനദ് ളാലിമീൻ, തീർച്ചയായും താങ്കൾ ദാലിമുകളുടെ, അതിക്രമകാരികളുടെ അഥവാ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകും. നോക്കൂ, ഈ ആയത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുകയില്ല. അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനാണ് അവിടുന്ന് നിയോഗിക്കപ്പെട്ടത് തന്നെ. ജാഹിലിയത്തിൽ പോലും, ഇസ്ലാമിന് മുന്നേ ഉള്ള കാലഘട്ടത്തിൽ പോലും അവിടുന്ന് അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല. ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും അവിടുന്ന് ശിർക്ക് ചെയ്തിട്ടില്ല. എന്നിട്ടും അള്ളാഹു അവിടുത്തോട് പറയുകയാണോ, നബിയെ, താങ്കൾ അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ആ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകളുടെ നിലവാരം നോക്കൂ നിങ്ങൾ. മാ ലാ യൻഫഉക വലാ യദുറുക, അവരൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ല. ഒന്നിനും കഴിയാത്ത, കേൾക്കാത്ത, കാണാത്ത, മിണ്ടാത്ത, ഉപകാരം ചെയ്യാത്ത, ഉപദ്രവിക്കാത്ത അങ്ങനെയുള്ളവരാണ് അള്ളാഹു അല്ലാത്തവർ. ഫഇൻ ഫഅൽത, നോക്കൂ, അതിൽ വലിയ ഗുണപാഠമുണ്ട്. അള്ളാഹു പറയുന്നു, നബിയെ, താങ്കളെങ്ങാനും ഇനി അപ്രകാരം ചെയ്താൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അല്ലാത്തവരെ വിളിച്ചാൽ, അവരോട് പ്രാർത്ഥിച്ചാൽ, ഇദൻ മിനദ് ളാലിമീൻ ഫഇന്നക ഇദൻ മിനദ് ളാലിമീൻ, അള്ളാഹു പറയുകയാണ്, ഓ നബിയെ, താങ്കൾ അതിക്രമകാരികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകും. മിനദ് ളാലിമീൻ എന്ന് പറഞ്ഞാൽ മിനൽ മുശ്രിക്കീൻ. അദ്ദുൽമ് എന്നതിവിടെ അശ്ശിർക്ക്, അതാണ് ഉദ്ദേശം. ഇന്ന ശിർക ലദുൽമുൻ അദീം. ലുഖ്മാൻ തൻ്റെ മകനോട് പറഞ്ഞ ആയത്താണ് പണ്ഡിതന്മാർ അതിന് തെളിവായി പറയാറുള്ളത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വയ്യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു, താങ്കൾക്കെങ്ങാനും അള്ളാഹുവിൻ്റെ റസൂലെ ഒരു ഉപദ്രവം പിടിപെട്ടാൽ, താങ്കൾക്ക് വല്ല ഉപദ്രവവും ഉണ്ടായാൽ, ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ,
അല്ലാഹു അല്ലാതെ താങ്കൾക്ക് ബാധിച്ച, താങ്കളെ പിടികൂടിയ ആ പ്രയാസം, ആ മുസീബത്ത്, ആ പരീക്ഷണം അത് നീക്കിത്തരാൻ മറ്റൊരാളും തന്നെ ഇല്ല. ഈ ആയത്തിൻ്റെ ബാക്കിയിൽ നമുക്ക് കാണാം വയുരിദ്ക ബിഖൈറിൻ. ഇനി അള്ളാഹു താങ്കൾക്കൊരു നന്മ ഉദ്ദേശിച്ചാൽ, താങ്കൾക്ക് വല്ല നന്മയുമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഫലാ റാദ്ദ ലിഫദ്ലിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ തടുക്കാൻ ഒരാളും തന്നെയില്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി, അള്ളാഹുവിൻ്റെ ഫളിൽ, അള്ളാഹുവിൻ്റെ ഔദാര്യം അവനുദ്ദേശിച്ച അവൻ്റെ അടിമകൾക്ക് ലഭിക്കുന്നതാണ്. വഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു എല്ലാം പൊറുക്കുന്ന ഗഫൂറാണ്. അർ റഹീം, ഏറെ കാരുണ്യമുള്ളവനുമാണ്. സഹോദരങ്ങളെ, ഈ ആയത്ത് ഷെയ്ഖ് റഹിമഹുല്ലാ ഇവിടെ എടുത്തു കൊടുക്കുന്നത് എന്തിനാണ്? അള്ളാഹു അല്ലാത്തവരോട് ഒരു ഇസ്തിഗാസയില്ല, അള്ളാഹു അല്ലാത്തവരോട് ഒരു പ്രാർത്ഥനയില്ല, തേട്ടമില്ല. കാരണം നിങ്ങൾ നോക്കൂ, ഈ ആയത്തിൽ വ്യക്തമാണ് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് അള്ളാഹു കൽപ്പിച്ചു. കാരണം അവർക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധ്യമല്ല, വിളിച്ചിട്ട് കാര്യമില്ല. എന്നിട്ട് അള്ളാഹു അടുത്ത ആയത്തിൽ പറയുന്നത് എന്താണ്? ഓ നബിയെ, താങ്കളെ വല്ല പ്രയാസവും പിടികൂടിയാൽ അത് നീക്കിത്തരാൻ അള്ളാഹു അല്ലാതെ മറ്റൊരാളുമില്ല. ഇനി താങ്കൾക്ക് അള്ളാഹു വല്ല നന്മയും ഉദ്ദേശിച്ചാൽ അതിനെ തടുക്കുവാനും ഒരാളും തന്നെയില്ല. സഹോദരങ്ങളെ, ഈ ആയത്തുകൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവരുടെ അവസ്ഥ ഇതാണ്. അവരാരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അവർക്കൊരു ഉപകാരമോ ഉപദ്രവമോ അവർ ചെയ്യുകയില്ല. ആളുകൾ പലപ്പോഴും പേടിപ്പിക്കാറുണ്ട്. ഔലിയാക്കന്മാരെ പറ്റി പറഞ്ഞാൽ അവരങ്ങനെ ചെയ്യും, അവരിങ്ങനെ ചെയ്യും. അവർ ഒന്നും ചെയ്യുകയില്ല. കാരണം അള്ളാഹു പറയുന്നു മാ ലാ യൻഫഉക വലാ യദുറുക. ഓ നബിയെ, അവർ താങ്കൾക്കൊരു ഉപകാരം ചെയ്യുകയില്ല, അതുകൊണ്ട് അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല, അവരോട് ഇസ്തിഗാസ ചെയ്തിട്ട് കാര്യമില്ല. വലാ യദുറുക, അവർ താങ്കൾക്കൊരു ഉപദ്രവം വരുത്തിവെക്കുകയില്ല, അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട കാര്യവുമില്ല. അള്ളാഹു അല്ലാത്തവർ ഔലിയാക്കന്മാരാണ് എന്ന് പറയുന്നവർ അവരുടെ കുരുത്തക്കേട് കിട്ടും, അവരുടെ ശാപം കിട്ടും എന്ന് പറയും. എന്തിന്? അവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞാൽ, അവരോട് തേടരുത് എന്ന് പറഞ്ഞാൽ, അവരുടെ പേരിൽ ബലിയറുക്കരുത് എന്ന് പറഞ്ഞാൽ, അവരുടെ പേരിൽ നേർച്ച വെക്കരുത് എന്ന് പറഞ്ഞാൽ, അവരെ പിടിച്ച് സത്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആളുകളെ, സാധാരണക്കാരെ, സാധുക്കളെ പറ്റിക്കും. ദാ കണ്ടോ, അവരുടെ ശാപകോപങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും, ദുനിയാവിൽ തന്നെ ഉരുണ്ടു മറിഞ്ഞു പോകും, ജീവിതം നശിച്ചു പോകും. എന്നാൽ സഹോദരങ്ങളെ, നിർഭയരായിരിക്കുക. തൗഹീദ് സ്വീകരിച്ചതിൻ്റെ പേരിൽ യാതൊരു പ്രയാസവും അവരിൽ നിന്നുണ്ടാവുകയില്ല. പിന്നെ നമ്മുടെ പാപങ്ങൾ, നമ്മുടെ തിന്മകൾ, തെറ്റുകൾ, നമ്മുടെ അബദ്ധങ്ങൾ, അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ അള്ളാഹു അല്ലാത്ത ഒരാളും ഒരു ഉപദ്രവവും വരുത്തി വെക്കുകയില്ല എന്നതും ഈ ആയത്തിൽ തെളിവുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ, അവനല്ലാതെ പ്രയാസങ്ങൾ നീക്കാൻ മറ്റൊരാളുമില്ല. നമുക്ക് അള്ളാഹുവിൻ്റെ കിതാബിൽ ആയത്താണിത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു ഇത് പറയുന്നത്. നബിയെ, താങ്കൾക്ക് വല്ല മുസീബത്തും ബാധിച്ചാൽ അള്ളാഹു അല്ലാതെ മാറ്റിത്തരാനില്ല. ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണല്ലോ എന്നല്ല, അള്ളാഹു പറയുകയാണ് നബിയെ, താങ്കൾക്ക് അള്ളാഹു അല്ലാതെ മാറ്റിത്തരാനില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ്, അവിടുത്തേക്ക് ബാധിച്ച പ്രയാസങ്ങൾ നീക്കാൻ അള്ളാഹു അല്ലാതെ മറ്റൊരാളുമില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളെങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ ചെയ്യും? നമ്മളെങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ചു തേടും? അതുകൊണ്ട് സഹോദരങ്ങളെ, ചിന്തിക്കേണ്ട ആയത്താണിത്. ഇനി അള്ളാഹു വല്ലതും നൽകാൻ ഉദ്ദേശിച്ചാൽ തടുക്കുവാനും ഒരാളും തന്നെയില്ല. അള്ളാഹു ഖൈറുദ്ദേശിച്ചാൽ അത് തടുക്കാൻ ഒരാളും തന്നെയില്ല. അതാണ് നമ്മൾ നിസ്കാരത്തിന് ശേഷം പറയുന്ന പ്രാർത്ഥനയിൽ ഇപ്രകാരം കാണാം: അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, നീ നൽകിയത് തടയാൻ ഒരാളും തന്നെയില്ല റബ്ബേ. വലാ മുഅതിയ ലിമാ മനഅത, അല്ലാഹുവേ, നീ തടഞ്ഞത് നൽകാനും ഒരാളും തന്നെയില്ല. എത്ര വ്യക്തമാണ് തൗഹീദിൻ്റെ തെളിവുകൾ സഹോദരങ്ങളെ, എത്ര വ്യക്തമാണ്. അള്ളാഹു നൽകിയത് തടയാനോ അള്ളാഹു തടഞ്ഞത് നൽകാനോ ഒരാളും തന്നെയില്ല. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തിലും വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ,
അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാഥ ചെയ്തിട്ട് കാര്യമില്ല, അവരോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഫഇന്നക ഇദം മിനദ്ദാലിമീൻ, അത് നമ്മൾ ഓർമ്മിക്കുക. അവർ അതിക്രമകാരികളുടെ കൂട്ടത്തിൽ, മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അടുത്ത ആയത്ത് ഷെയ്ഖ് റഹിമഹുല്ലാഹ് തെളിവായി കൊടുക്കുകയാണ്. വഖൗലുഹു, അല്ലാഹു പറഞ്ഞു, ഫബ്തഗു ഇൻദല്ലാഹിർ റിസ്ഖ വഅബ്ദൂഹു. ഫബ്തഗു, നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾ തേടുക, ഇൻദല്ലാഹിർ റിസ്ഖ, അല്ലാഹുവിൻ്റെ അടുക്കൽ, അർ റിസ്ഖ, റിസ്ഖിനെ, ഉപജീവനത്തെ, അഥവാ അല്ലാഹുവിനോട് നിങ്ങൾ ഉപജീവനത്തെ തേടുക. അർ റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും അതിൽപ്പെട്ടു, ആരോഗ്യം എല്ലാം അതിൽപ്പെട്ടു. നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക, അവനിൽ പ്രതീക്ഷ വെക്കുക, വഅബ്ദൂഹു, അവനെ ഇബാദത്ത് ചെയ്യുകയും ചെയ്യുക. ഈ ആയത്തിൻ്റെ തുടക്കം സഹോദരങ്ങളെ നമുക്കിപ്രകാരം കാണാം. അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാഹി ലാ യംലികൂന ലക്കും റിസ്ഖ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ നിങ്ങൾ ആരെയൊക്കെ ഇബാദത്ത് ചെയ്യുന്നുവോ, ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ, ആരോടൊക്കെ സഹായം തേടുന്നുവോ, ലാ യംലികൂന ലക്കും റിസ്ഖ, നിങ്ങളുടെ റിസ്ഖ്, നിങ്ങളുടെ ഉപജീവനം അവരുടെ അധീനതയിലല്ല. സുബ്ഹാനല്ലാഹ്, എത്ര വ്യക്തമാണ് ആയത്. നമ്മുടെ റിസ്ഖ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗഖ്യം, നമ്മുടെ ജോലി, നമ്മുടെ ഏത് കാര്യങ്ങളാവട്ടെ, അത് ഒന്നും അല്ലാഹു അല്ലാത്തവരുടെ അധീനതയിലല്ല, അല്ലാഹുവിൻ്റെ അടുക്കലാണ് അതെല്ലാം. അതാണ് തൊട്ടുടനെ അല്ലാഹു പറയുന്നു, ഫബ്തഗൂ, അതുകൊണ്ട് നിങ്ങൾ തേടുക, അതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കുക, ഇൻദല്ലാഹിർ റിസ്ഖ, അല്ലാഹുവിനോട്, അല്ലാഹുവിൻ്റെ അടുക്കൽ, അർ റിസ്ഖ, റിസ്ഖിനു വേണ്ടി. ഈ ആയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഭാഷാപരമായി അല്ലാഹുവിനോട് മാത്രം തേടണം എന്നതിന് തെളിവുണ്ട്. ഫബ്തഗുർ റിസ്ഖ ഇൻദല്ലാഹ് എന്നാണ് അറബി ഭാഷ പ്രകാരം പറയേണ്ടത്. എന്നാൽ അല്ലാഹു ഇവിടെ ഫബ്തഗു ഇൻദല്ലാഹിർ റിസ്ഖ, നിങ്ങൾ തേടുക ഇൻദല്ലാഹ് എന്ന് അല്ലാഹുവിനെ ആദ്യം പറഞ്ഞതുകൊണ്ട് അല്ലാഹുവിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ എന്നതിന് തെളിവുണ്ട്. മനസ്സിലായോ? പറഞ്ഞു മനസ്സിലായോ? ഫബ്തഗുർ റിസ്ഖ ഇൻദല്ലാഹ് എന്നാണ് പൊതുവെ അറബി ഭാഷ പ്രകാരം പറയേണ്ടത്. എന്നാൽ ഇവിടെ അല്ലാഹു പറഞ്ഞത് ഫബ്തഗു ഇൻദല്ലാഹ്, അല്ലാഹുവിനെ ആദ്യം പറഞ്ഞു, ശേഷം റിസ്ക് പറഞ്ഞു. അതുകൊണ്ട് ഫബ്തഗു ഇൻദല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് മാത്രം തേടുക, അർ റിസ്ഖ, റിസ്ഖിനു വേണ്ടി. അല്ലാഹു അല്ലാത്ത ഒരാളോടും നിങ്ങൾ റിസ്ഖിനു വേണ്ടി തേടരുത്, ചോദിക്കരുത്, പ്രാർത്ഥിക്കരുത്. വഅബ്ദൂഹു, നിങ്ങൾ അവനെ മാത്രം ഇബാദത്ത് ചെയ്യുകയും ചെയ്യുക. അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. വഷ്കുറൂ ലഹു, അവന് നന്ദി കാണിക്കുകയും ചെയ്യുക. ഇലൈഹി തുർജഊൻ, നിങ്ങൾ അവനിലേക്കാണ് മടങ്ങിപ്പോവേണ്ടത്. സഹോദരങ്ങളെ, ഈ ആയത്തിലും വ്യക്തമായ തെളിവുണ്ട്. അല്ലാഹുവിൻ്റെ അടുക്കലാണ് നമ്മുടെ റിസ്ഖുള്ളത്. അതുകൊണ്ട് റിസ്ഖിനു വേണ്ടി അല്ലാഹുവിനോടല്ലാതെ ചോദിക്കാൻ പാടുള്ളതല്ല. ആളുകൾ എന്തെല്ലാം കാര്യത്തിനു വേണ്ടി അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കുന്നു. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അവരുടെ അടുക്കൽ പോകുന്നു, നേർച്ച സമർപ്പിക്കുന്നു, അവിടെ തൊട്ടിൽ കെട്ടുന്നു, വിളിച്ചു തേടുന്നു, പ്രാർത്ഥിക്കുന്നു, കരയുന്നു, പറയുന്നു. അതുപോലെ തന്നെ ജോലി ലഭിക്കാൻ, അതുപോലെ ദുനിയാവിൻ്റെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാഹു അല്ലാത്തവരെ സമീപിക്കുന്നു. എന്നിട്ട് അവരോട് ചോദിക്കുന്നു, തേടുന്നു, പ്രാർത്ഥിക്കുന്നു. അല്ലാഹു പറയുന്നു, നിങ്ങൾ ആരെയൊക്കെ ഇബാദത്ത് ചെയ്യുന്നുവോ, ആരോടൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ, അവരൊന്നും നിങ്ങളുടെ റിസ്ക് ഉടമപ്പെടുത്തിയിട്ടില്ല. സഹോദരങ്ങളെ, ഇത് പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്. അല്ലാഹുവിൻ്റെ അടുക്കലാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിന് അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കണം? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പിന്നെ എന്തിന് റബ്ബല്ലാത്തവരോട് ചോദിക്കാൻ ഇത്ര വാശി പിടിക്കുന്നു? അല്ലാഹു അല്ലാത്തവരോട് തേടരുത് എന്ന് പറഞ്ഞാൽ
എത്ര ആയത്തുകളാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തിൽ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നു, വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്, ഓ നബിയെ, താങ്കൾ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കരുത്. വ്യക്തമായ തെളിവാണിത്. അതുപോലെ അള്ളാഹു പറയുന്നു, ഫബ്തഗു ഇൻദല്ലാഹി റിസ്ഖ വഅബ്ദു വഷ്കുറൂ ലഹു ഇലൈഹി തുർജഊൻ. നോക്കൂ, ഈ ആയത്തിലും വ്യക്തമാണ് അള്ളാഹു പറയുന്നത് റിസ്ഖ് അള്ളാഹുവിനോട് മാത്രം ചോദിക്കണം. എന്നിട്ട് അള്ളാഹു ഇബാദത്തും കൂടി പറഞ്ഞു, അവന് നിങ്ങൾ ഇബാദത്ത് സമർപ്പിക്കുക, അഥവാ അവന് മാത്രം. പണ്ഡിതന്മാർ പറഞ്ഞു, ആരാണോ അള്ളാഹുവിന് ഇബാദത്ത് സമർപ്പിക്കുന്നത്, റബ്ബിനോട് സൂക്ഷ്മത കൈക്കൊള്ളുന്നത്, അള്ളാഹു പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആര് റബ്ബിനെ സൂക്ഷിക്കുന്നുവോ തഖ്വ പാലിക്കുന്നുവോ അള്ളാഹു അവനൊരു പോംവഴി നൽകും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ അള്ളാഹു അവന് റിസ്ക് നൽകും. നോക്കൂ നിങ്ങൾ, റിസ്ക് പറഞ്ഞു അള്ളാഹു റബ്ബുൽ ആലമീൻ. അതിന് പറഞ്ഞ മാനദണ്ഡം എന്താണ്? റബ്ബിനെ സൂക്ഷിക്കണം, അള്ളാഹുവിൽ തഖ്വ പാലിക്കണം. അള്ളാഹുവിനോടുള്ള തഖ്വയിലെ ഒന്നാമത്തെ കാര്യമാണ് റബ്ബിനെ മാത്രം ആരാധിക്കുക എന്നത്. അതൊരാൾ ചെയ്താൽ റിസ്ക് അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, ഒരു പേടിയും പേടിക്കാനില്ല, ഒരാളും തടയാനില്ല, ഒരാളും തടുക്കാനില്ല, ഒരാളും അള്ളാഹു നൽകിയത് തടഞ്ഞു വെക്കുകയില്ല, തടഞ്ഞു നിർത്തുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു പറയുന്നു, വഅബ്ദൂഹു, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വഷ്കുറൂ ലഹു, അള്ളാഹുവിന് നന്ദി കാണിക്കുക. അള്ളാഹുവിന് നന്ദി കാണിക്കുക. നന്ദി കാണിക്കൽ 3 രൂപത്തിലാണ്. മനസ്സുകൊണ്ട്, ഹൃദയത്തിൽ ഉറച്ച വിശ്വാസമുണ്ടായിരിക്കണം, ഇത് റബ്ബിൻ്റെ നിഅമത്താണ്, അനുഗ്രഹമാണ്. അതുപോലെ അത് നാവ് കൊണ്ട് പറയണം. അതുപോലെ നമ്മുടെ അവയവങ്ങൾ അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങളിൽ വിനിയോഗിക്കണം. ഇത് നന്ദിയുടെ ഭാഗമാണ്. എന്നിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, ഇലൈഹി തുർജഊൻ, നിങ്ങൾ റബ്ബിലേക്കാണ് മടങ്ങിപ്പോവേണ്ടത്, അള്ളാഹുവിലേക്കാണ് നിങ്ങൾ മടങ്ങിപ്പോവേണ്ടത്. ആരല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചുവോ, റബ്ബിനോട് റിസ്ക് തേടിയോ, അവർക്ക് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതല്ല, റബ്ബല്ലാത്തവരോട് വിളിച്ചു തേടിയോ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചോ, അവന് കത്തിയെരിയുന്ന നരകമാണ് വരാനിരിക്കുന്ന പരലോകം അള്ളാഹു റബ്ബുൽ ആലമീൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഈ ആയത്തും തൗഹീദിനുള്ള തെളിവാണ്. അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസയോ ദുആഓ പാടില്ല എന്നതിനുള്ള തെളിവാണ്. ഷെയ്ഖ് റഹിമഹുല്ലാ അടുത്തതായി മറ്റൊരു ആയത്ത് എടുത്തുദ്ധരിക്കുകയാണ്. വഖൗലുഹു, അള്ളാഹു പറഞ്ഞു, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. അൽ ആയതൈൻ, സൂറത്തുൽ അഹ്ഖാഫിലെ 5-6 ആയത്തുകളാണ് അവിടെ ഉദ്ദേശം. അള്ളാഹു പറയുന്നു, വമൻ അളല്ലു, ആരുണ്ട് ഇതുപോലെ വഴിപിഴച്ചവൻ, ആരാണവൻ? വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ച ളലാലത്തിലായി പോയ ആരാണുള്ളത്? സഹോദരങ്ങളെ, ഈ ആയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ, അള്ളാഹു അല്ലാത്തവരോട് തേടുന്നവനേക്കാൾ ളലാലത്തിലായിപ്പോയ, വഴികേടിലായിപ്പോയ ആരാണുള്ളത്? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. എന്താണ് അവരുടെ അവസ്ഥ? അവരാരോടാണ് ചോദിക്കുന്നത്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ തങ്ങൾക്കുത്തരം നൽകാത്തവരോടാണ് അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഖിയാമത്ത് നാൾ വരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുകയില്ല അവർ. എന്നിട്ട് അള്ളാഹു പറയുന്നു, വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഇവർ ആരോടാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവരുടെ അവസ്ഥ എന്താണ്? വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയെ തൊട്ട് അവർ അശ്രദ്ധയിലാണ്, അവർ കേൾക്കുന്നില്ല, അവരറിയുന്നില്ല, അവർ അശ്രദ്ധയിലാണ്. അങ്ങനെയുള്ള ഒരുവനേക്കാൾ ദലാലത്തിലായ, വഴികേടിലായ ആരാണുള്ളത് എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. ഈ ആയത്ത് സഹോദരങ്ങളെ നമ്മൾ കാണാതെ പഠിക്കണം. കാണാതെ പഠിക്കേണ്ട ആയത്താണ്. ഈ തെളിവുകളെല്ലാം നമ്മൾ കാണാതെ പഠിക്കണം.
തൗഹീദിൻ്റെ ശക്തിയാണ് ഈ ആയത്തുകളിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വഇദാ ഹുശിറന്നാസു, ജനങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന, ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം എത്തിക്കഴിഞ്ഞാൽ, കാനൂ ലഹും അദാഅൻ, ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്നയാൾ, ഇവർ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത്, ആ വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ട ആളുകൾ വിളിച്ചു പ്രാർത്ഥിച്ചവരുടെ ശത്രുക്കളായി മാറും. അള്ളാഹുവിൽ അഭയം. നോക്കൂ, ഇവർ ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവർ ഖിയാമത്ത് നാളിൽ ഇവരുടെ ശത്രുക്കളായി മാറും. ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ശൈഖെ കാക്കണേ, അള്ളാഹുവിൻ്റെ റസൂലെ തങ്ങളെ നോക്കണേ കാക്കണേ എന്നു പറഞ്ഞ ആളുകളുടെ ശത്രുക്കളായി മാറും ഈ പറഞ്ഞ അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും അതുപോലെയുള്ള ഔലിയാക്കന്മാരുമെല്ലാം. അവർ പരലോകത്ത് ഇവരുടെ ശത്രുക്കളായി മാറും. മാത്രമല്ല, വകാനു ബിഇബാദതിഹിം കാഫിരീൻ, ഇവർ ചെയ്ത ഇബാദത്തുകൾ, ഇവർ ചെയ്ത ഇവരുടെ ആരാധനാ കർമ്മം അവരെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ട ആളുകൾ നിഷേധിക്കും. ഈ ആയത്തിൽ മറ്റൊരു തെളിവ് കൂടിയുണ്ട്. പ്രാർത്ഥന ഇബാദത്താണ് എന്നത് അള്ളാഹു ഈ ആയത്തിലൂടെയും അറിയിക്കുകയാണ്. അള്ളാഹു പറഞ്ഞു, വമൻ അളല്ലു മിമ്മൻ യദ്ഉ, വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ എന്ന് പറഞ്ഞു. അവസാനത്തിൽ എന്താണ് അള്ളാഹു പറഞ്ഞത്? വകാനു ബിഇബാദതിഹിം കാഫിരീൻ, അവരുടെ ഇബാദത്തിനെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ട ആളുകൾ നിഷേധിക്കും. അപ്പോൾ പ്രാർത്ഥന ഇബാദത്താണ്, ഇസ്തിഗാസ ഇബാദത്താണ്. അത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ അത് ഷിർക്കാണ് എന്നതിനുള്ള തെളിവാണ് ഈ പറഞ്ഞ 2 ആയത്തുകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അവർ അങ്ങേയറ്റത്തെ വഴികേടിലാണ്. അവരംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ദുനിയാവിൽ അവർക്ക് എത്ര സ്ഥാനമാനങ്ങൾ ലഭിച്ചാലും ശരി, അത് ദുനിയാവിൻ്റെ പളപളപ്പുകൾ മാത്രമാണ്. ദുനിയാവിൽ ഒരുപക്ഷെ കൈപിടിച്ചു മുത്താനും ബഹുമാനിക്കാനും വലിയ വലിയ മുന്തിയ വാഹനങ്ങളിൽ സഞ്ചരിപ്പിക്കാനും ആളുകളുണ്ടാവും. എന്നാൽ പരലോകത്ത് അതൊന്നും ഇല്ലാത്ത ഒരു ദിവസം വരാനുണ്ട്. ഏതൊക്കെ വലിയാണെന്ന് പറയുന്നവരെയും അല്ലാത്തവരെയും വിളിച്ചു പ്രാർത്ഥിച്ചുവോ അവരെല്ലാവരും ഇവരുടെ ശത്രുക്കളായി മാറും. മാത്രമല്ല, അള്ളാഹു അവൻ്റെ കിതാബിൽ പിൻപറ്റിയ ആളുകൾ പിൻപറ്റപ്പെട്ട ആളുകൾക്കെതിരെ സാക്ഷ്യം പറയുന്ന രംഗവും പറഞ്ഞിട്ടുണ്ട്. ഇന്നിവിടെ പലതും പറഞ്ഞ ആളുകളെ പറ്റിക്കും, വഞ്ചിക്കും. അത് പ്രാർത്ഥനയല്ല, അത് ഇസ്തിഗാസയാണ്, അതങ്ങനെയാണ്, അതിങ്ങനെയാണ് എന്നു പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ അതിവേഗത്തിൽ ആളുകൾക്കിടയിലേക്ക് എത്തിക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഏത് ഷിർക്കിൻ്റെ വാചകവും പറഞ്ഞാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് 10,000 കാണുകയാണ്. എന്നാൽ ഹക്ക്, സത്യം, അത് കേൾക്കാൻ ആളുകൾ കുറവുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കുക. ഷിർക്കിൻ്റെ ഗൗരവം അങ്ങേയറ്റം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുകയാണ്, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഉത്തരം നൽകാത്തവരെ, അള്ളാഹുവിന് പുറമെയുള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴിപിഴച്ചവനായ ആരാണുള്ളത്? ഈ ആയത്ത് നമ്മുടെ ഹൃദയത്തിൽ കുത്തിവെക്കേണ്ട ആയത്താണ്. ഷെയ്ഖ് റഹിമഹുല്ല അടുത്തതായി അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും മറ്റൊരായത്ത് തെളിവായി ഉദ്ധരിക്കുകയാണ്. വഖൗലുഹു, അള്ളാഹു തആല പറഞ്ഞു, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആഹു വയക്ഷിഫു സൂഅ. സൂറത്തു നംലിലെ ആയത്താണ് അൽ ആയ. അള്ളാഹു ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആ, കഷ്ടപ്പെടുന്നവൻ, പ്രയാസപ്പെടുന്നവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, സഹായാർത്ഥന നടത്തിയാൽ അവന് ഉത്തരം നൽകാൻ ആരാണുള്ളത്? വയക്ഷിഫു സൂഅ, അവൻ്റെ പ്രയാസങ്ങൾ നീക്കാൻ ആരാണുള്ളത്? വയജഅലുകും ഖുലഫാ അൽ അർദ്, ഭൂമിയിൽ നിങ്ങളെ പ്രതിനിധികളാക്കുവാനും ആരാണുള്ളത്? അഇലാഹും മഅല്ലാഹ്, അള്ളാഹുവിന് പുറമെ അവർക്ക് മറ്റു വല്ല ഇലാഹുകളും ആരാധ്യന്മാരുമുണ്ടോ? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. പ്രയാസപ്പെടുന്നവൻ, കഷ്ടപ്പെടുന്നവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആരുണ്ട് ഉത്തരം നൽകാൻ? റബ്ബിൻ്റെ ചോദ്യമാണ്. നമുക്ക് ഇന്ന ആളുകളുണ്ട്, ഇന്ന ഔലിയാക്കന്മാരുണ്ട്, ഇന്ന ജാറമുണ്ട്,
എന്ന് പറയുന്ന ആളുകൾ ഈ ആയത്ത് കേൾക്കേണ്ടതാണ്. അള്ളാഹു ചോദിക്കുന്നു, ആരുണ്ട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകാൻ? റബ്ബ് ഉത്തരം നൽകുമെന്ന് പറയുമ്പോൾ ആളുകൾ പറയുകയാണ്, അള്ളാഹു നിൻ്റെ ഉത്തരം നമുക്ക് വേണ്ട, നീ കൊടുത്ത കഴിവുകൊണ്ട് നമ്മൾ ചോദിച്ചോളാം. ആളുകളുടെ ബുദ്ധി എവിടെ പോയി? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇത് സഹോദരങ്ങളെ. നിസ്സാരമായ കാര്യമല്ല. സ്വർഗവും നരകവും വേർതിരിക്കുന്ന കാര്യമാണ്. തൗഹീദില്ലാതെ മരിച്ചാൽ ശാശ്വതമായി നരകത്തിലാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത്, ഇസ്തിഗാസ ചെയ്യുക എന്നത് കേവലം സുന്നിയും മുജാഹിദും തമ്മിലുള്ള തർക്കമല്ല. ആളുകൾ പലപ്പോഴും അങ്ങനെയാണ് തെറ്റിദ്ധരിച്ചത്. ഇതൊക്കെ തർക്കവും ഈ പ്രശ്നവും വാട്സാപ്പിലുള്ള അടിയും കഴിഞ്ഞ് പരലോകത്തെത്തിയാൽ എല്ലാവരും ഒരുപോലെ ചിരിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകുമെന്നാണ്. അങ്ങനെയല്ല. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കൾ ചെയ്ത ദഅവത്താണിത്, പ്രബോധനമാണിത്. അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ പറഞ്ഞ വാക്കാണ്. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ ആദർശമാണിത്. ഇത് കേവലം സുന്നി മുജാഹിദ് തർക്കമല്ല, സംവാദ വ്യവസ്ഥ എഴുതാനുള്ള വ്യവസ്ഥയല്ല. നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ്. അള്ളാഹു ചോദിക്കുന്നു, ആരുണ്ട് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ? ആരുണ്ട് നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിത്തരാൻ? ആരുണ്ട് നിങ്ങളെ ഭൂമിയിൽ തലമുറകളായി പ്രതിനിധികളായി നിശ്ചയിക്കാൻ? അഇലാഹും മഅല്ലാഹ്, റബ്ബിന് പുറമെ മറ്റു വല്ല ഇലാഹുകളുമുണ്ടോ? ആർക്കാണ് സാധിക്കുക? അള്ളാഹുവിനല്ലാതെ ഈ പറഞ്ഞ കാര്യം മറ്റാർക്ക് സാധിക്കുമെന്ന ചോദ്യമാണ് റബ്ബിൻ്റെത്. അപ്പോഴാണ് ആളുകൾ പറയുന്നത്, ഇല്ല റബ്ബേ, നീ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, കൊടുത്ത കഴിവുണ്ടല്ലോ, നീ കൊടുത്തിട്ടുണ്ടല്ലോ. കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കൊടുത്തൂടെ എന്ന് ചോദിക്കും. എന്തൊരു നിഷേധത്തിൻ്റെ ചോദ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പണ്ഡിത പുരോഹിതന്മാർ എക്കാലഘട്ടത്തിലും ജനങ്ങളെ വഴിപിഴപ്പിക്കാനും അവരുടെ ആത്മീയതയും സമ്പത്തും കൊള്ളയടിക്കാനുമുള്ളവരാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരലോകമാണ് വലുത്. കണ്ണടക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്ത് ചൊല്ലി മരിക്കണം. അതിന് ജീവിതം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇത് ഹിഫ്ളാക്കി പഠിച്ചു വെച്ചാൽ മരിക്കുന്ന സമയത്ത് പുറത്തേക്ക് വരും എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. മരണസമയത്ത് പുറത്തേക്ക് വരണമെങ്കിൽ നമ്മുടെ ജീവിതം അതിന് അനുസൃതമായിരിക്കണം. അതുകൊണ്ട് തൗഹീദിൻ്റെ ആയത്തുകളാണ് ഈ പറഞ്ഞ ആയത്തുകൾ. അള്ളാഹു ചോദിക്കുന്നു, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആഹു വയക്ഷിഫു സൂഅ വയജ്അലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ്. അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നു, ഖലീലം മാ തദക്കറൂൻ, കുറച്ചുപേർ മാത്രമേ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നുള്ളൂ. സഹോദരങ്ങളെ, ആ കുറച്ചുപേർ നോക്കൂ നിങ്ങൾ, അള്ളാഹു പറയുന്നു കുറച്ചുപേരല്ലാതെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല. വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമേ ഇത് ബോധ്യപ്പെടുകയുള്ളൂ. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഇതിനെതിരായിരിക്കും എന്നതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ ആയത്തിലും റബ്ബിനോട് മാത്രം ദുആ ചെയ്യണം, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്, ഇസ്തിഗാസ ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനു ശേഷം ഷെയ്ഖ് റഹിമഹുല്ലാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് എടുത്തു കൊടുക്കുകയാണ്. ഷെയ്ഖ് പറയുന്നു, വറവ തബറാനിയു ബി ഇസ്നാദിഹി, ഇമാം അത്തബറാനി അദ്ദേഹം ബി ഇസ്നാദിഹി എന്ന് പറഞ്ഞാൽ ഈ ഹദീസിൻ്റെ സനദ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും യോജിച്ച സനദല്ല ഈ ഹദീസിൻ്റേത് എന്നതിലേക്കുള്ള സൂചനയാണ് ഷെയ്ഖ് റഹിമഹുല്ലാ ഇവിടെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് വറവ തബറാനിയു ബി ഇസ്നാദിഹി എന്ന് പറഞ്ഞത്. മഹാനായ ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്ത സഹാബി. ഈ ഹദീസിൻ്റെ സനദിൽ ചില ചർച്ചകളുണ്ട്. ആ ഹദീസിലെ സനദിലെ റാവിമാരെല്ലാം സിഖത്താണ്, സ്വീകാര്യയോഗ്യരാണ്. അതിലൊരാൾ ഇബ്നു ലഹിയ എന്ന ഒരു വ്യക്തി, അദ്ദേഹം ആദ്യകാലത്ത് സിഖത്തായിരുന്നു. എന്നാൽ പിന്നീട് അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, കിതാബുകൾ
ഒരു തീപിടുത്തത്തിൽ നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം അദ്ദേഹത്തിന് ചില ഹിഫ്ദിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹമുള്ള ഹദീസുകൾ പൊതുവെ സഹീഹ് എന്നതിൽ നിന്നും ഒരൽപ്പം താഴേക്കുള്ള ദറജയിലേക്ക് പണ്ഡിതന്മാർ പറയാറുണ്ട്. ഹദീസുമായി ബന്ധപ്പെട്ട വിജ്ഞാനമാണ്. മാത്രമല്ല ഈ ഹദീസ് ഇനി ലഈഫാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ലഈഫാക്കി തള്ളിക്കളയേണ്ട ഒരു ഹദീസ് അല്ല, മറിച്ച് സ്വീകാര്യയോഗ്യമാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കുക. പണ്ഡിതന്മാർ മുഹദ്ദിസുകൾ ഈ ഹദീസിൻ്റെ സനദ് ഹസനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് സ്വീകാര്യയോഗ്യമാണ്, തള്ളപ്പെടേണ്ട ഹദീസ് അല്ല എന്ന് ചുരുക്കം. ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം പറയുന്നു, ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അന്നഹു കാന ഫി സമനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിഖുൻ യുഅ്ദി അൽ മുഅ്മിനീൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ ഉപദ്രവിച്ചിരുന്ന ഒരു മുനാഫിഖ് ഉണ്ടായിരുന്നു. അഥവാ ഇവിടെ അബ്ദുല്ലാഹിബിനു ഉബയ്യിബിന് സുലൂൽ അയാളെക്കുറിച്ചാണ് പരാമർശം. അഥവാ മുനാഫിഖുകളുടെ തല നേതാവ് അബ്ദുല്ലാഹിബിന് ഉബയ് ഇബിന് സുലൂൽ, അയാളെക്കുറിച്ചാണ് സഹാബത്ത് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുഅ്മിനീങ്ങളെ ധാരാളമായി ഉപദ്രവിച്ചിരുന്ന ഒരാളാണ് അയാൾ. ഫഖാല ബഅദുഹും, അങ്ങനെ ഇയാളുടെ ഉപദ്രവം, പ്രയാസങ്ങൾ വർദ്ധിച്ചപ്പോൾ സഹാബത്തിൽ ചിലർ പറഞ്ഞു, ഖൂമു ബിനാ നസ്തഗീസു ബിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഹാദൽ മുനാഫിഖ്. വരൂ, ഈ മുനാഫിഖിൻ്റെ കാര്യത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് ഇസ്തിഗാസ ചെയ്യാം, നമുക്ക് സഹായാർത്ഥന നടത്താം. അഥവാ പ്രയാസഘട്ടത്തിൽ, ആപൽഘട്ടത്തിൽ നടത്തുന്ന പ്രാർത്ഥനക്കാണ് ഇസ്തിഗാസ, ചോദ്യത്തിനാണ്, തേട്ടത്തിനാണ് ഇസ്തിഗാസ എന്ന് പറയുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി ഇസ്തിഗാസ ചെയ്യാമെന്നവർ പറഞ്ഞു, സഹാബത്തിൽ ചിലർ പറഞ്ഞു. അങ്ങനെ അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തി കാര്യം അവതരിപ്പിച്ചു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലാ യുസ്തഗാസു ബി, തീർച്ചയായും എന്നോട് ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല. വ ഇന്നമാ യുസ്തഗാസു ബില്ലാഹി അസ്സ വജല്ല, മറിച്ച് അല്ലാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ ചെയ്യാൻ പാടുള്ളൂ. ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഹദീസിൽ തെളിവുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല. നോക്കൂ, ഇത് ജീവിച്ചിരിക്കുന്ന കാലത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുത്തോട് നേരിട്ട് പോയി അങ്ങയോട് ഞങ്ങൾ ഇസ്തിഗാസ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്. അപ്പോൾ പിന്നെ വഫാത്തായി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്തായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക? അതുകൊണ്ട് ഈ പറഞ്ഞ ഹദീസ് കൂടി നമ്മൾ മനസ്സിലാക്കുക. ഈ അധ്യായത്തിൽ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് അല്ലാഹു അല്ലാത്തവരോടുള്ള ഇസ്തിഗാസയും അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കലും ഷിർക്കിൽപ്പെട്ടതാകുന്നു. ഇസ്തിഗാസ എന്നത് ആപൽഘട്ടത്തിലുള്ള സഹായതേട്ടമാണ്. അതടങ്ങുന്ന കാര്യമാണ് പ്രാർത്ഥനയും. അഥവാ പ്രാർത്ഥന എന്നത് ആമാണ്, പൊതുവായ ഒരു കാര്യമാണ്. ആപൽഘട്ടത്തിലും അല്ലാത്ത സന്ദർഭത്തിലും പ്രാർത്ഥിക്കും. ഇസ്തിഗാസ എന്നത് ആപൽഘട്ടത്തിൽ മാത്രമുള്ള തേട്ടമാണ്. ഏതായിരുന്നാലും അല്ലാഹു അല്ലാത്തവരോട് പാടില്ല എന്ന് ചുരുക്കം. ഷെയ്ഖ് റഹിമഹുല്ലാ ഈ അധ്യായത്തിൽ ചില മസായിലുകൾ കൂടി പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഫീഹി മസായിൽ, ഈ അധ്യായത്തിലുള്ള മസ്അലകൾ. അൽ ഊല, ഒന്നാമത്തെ മസ്അല, അന്ന അത്ഫ ദുആഇ അലൽ ഇസ്തിഗാസതി മിൻ അത്ഫിൽ ആമി അലൽ ഖാസ്.
തീർച്ചയായും പ്രാർത്ഥന ഇസ്തിഗാസയോടൊപ്പം ചേർത്തു പറയുക എന്നത് ആമായ ഒരു കാര്യം ഖാസായ ഒരു കാര്യത്തോട് ചേർത്തി പറയുന്നത് പോലെയാണ്. എന്താണ് ആമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ? പ്രാർത്ഥന എന്നത് പൊതുവായ ഒരു കാര്യമാണ്. അത് ആപൽഘട്ടത്തിലും അല്ലാത്തപ്പോഴും ഒക്കെ ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കും. ദുആ എന്നത് പൊതുവെ ഉള്ള കാര്യമാണ്. എന്നാൽ ഇസ്തിഗാസ എന്നത് അതിൽ നിന്നും പ്രത്യേകം ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ എടുത്തു പറഞ്ഞു. അത് അറബിയിലുള്ള ഒരു പ്രയോഗമാണ്. അള്ളാഹുവിൻ്റെ കിതാബിൽ നമുക്ക് ഈ രൂപത്തിൽ കാണാം. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, ഇർകഉ വസ്ജുദു, നിങ്ങൾ റുക്കൂ ചെയ്യുക, സുജൂദ് ചെയ്യുക, വഅ്ബുദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. നോക്കൂ, റുക്കൂഉം സുജൂദും ഇബാദത്താണ്. എന്നാൽ അതിന് ശേഷം ഇബാദത്ത് അള്ളാഹു എടുത്തു പറഞ്ഞു. അത് ആമായ ഒരു കാര്യത്തിലേക്ക് ഖാസായ കാര്യം അഥവാ പ്രത്യേകമായ ഒരു കാര്യം ചേർത്തി പറയുന്ന രൂപമാണ്. അപ്പോൾ ദുആ എന്നത് പൊതുവായ ഒരു കാര്യമാണ്. ഇസ്തിഗാസ പ്രത്യേകമായി ആപൽ ഘട്ടത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി പ്രാർത്ഥന തന്നെ സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞു രണ്ട് രൂപത്തിലുണ്ട്. ദുആ ഉൽ ഇബാദ, അതുപോലെ ദുആ ഉൽ മസ്അല. ദുആ ഉൽ ഇബാദ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏത് ഇബാദത്തും, നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, സക്കാത്ത് ആവട്ടെ, ഹജ്ജാവട്ടെ, സദഖയാവട്ടെ, ഏത് കാര്യമാവട്ടെ, അതിന് ദുആ ഉൽ ഇബാദ എന്ന് പറയും. കാരണം ആ ഇബാദത്ത് ചെയ്യുമ്പോൾ അതിൽ പ്രാർത്ഥന അടങ്ങിയിട്ടുണ്ട്. ദുആ ഉൽ മസ്അല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിക്കുന്നതിനാണ് ദുആ ഉൽ മസ്അല എന്ന് പറയുക. അഥവാ നേരെ നമ്മൾ പ്രാർത്ഥിക്കും. ഇപ്പോൾ അല്ലാഹുമ്മഗ്ഫിർലി, അല്ലാഹുമ്മ റഹംനി എന്നിങ്ങനെയുള്ള പ്രാർത്ഥന, അതിനാണ് ദുആ ഉൽ മസ്അല എന്ന് പറയുക. ആദ്യം പറഞ്ഞത് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ പാടുള്ളൂ ദുആ ഉൽ ഇബാദ. ദുആ ഉൽ മസ്അല ചോദിക്കുന്ന തേട്ടം അഥവാ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കാര്യം, ഒരു സഹായം വരുന്ന കാര്യം, അതിൽ വിശദീകരണമുണ്ട്, വിശദീകരിക്കും. അസാനിയതു, രണ്ടാമത്തെ കാര്യം തഫ്സീറു ഖൗലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തിൻ്റെ തഫ്സീർ. വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക. അല്ലാഹു പറഞ്ഞു, ഓ നബിയെ, താങ്കൾ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കരുത്. ആയത്തിൻ്റെ തഫ്സീർ എന്താണ്? അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, ഒന്ന്. രണ്ടാമത്തേത്, അല്ലാഹു അല്ലാത്ത ആളുകൾ അവർ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ല, അതുകൊണ്ട് അവരിൽ പ്രതീക്ഷ അർപ്പിക്കാനോ അവരെ ഭയപ്പെടാനോ പാടില്ല, അതിൻ്റെ ആവശ്യമില്ല. അസാലിസതു, മൂന്നാമത്തെ മസ്അല, അന്ന ഹാദാ ഹുവ ശിർക്കുൽ അക്ബർ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കൽ ഷിർക്കുൻ അക്ബറാണ്, വലിയ ഷിർക്കാണ്. അതെവിടെയാണ് തെളിവ്? ഇന്നക ഇദൻ മിനദ്ദാലിമീൻ. അല്ലാഹു പറഞ്ഞു, ഓ നബിയെ, താങ്കൾ എങ്ങാനും വിളിച്ചു പ്രാർത്ഥിച്ചാൽ താങ്കൾ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. അതിക്രമകാരികൾ എന്ന് പറഞ്ഞാൽ മുശ്രിക്കുകൾ എന്നാണ് ഉദ്ദേശം. അറാബിഅതു, നാലാമത്തെ മസ്അല, അന്ന അസ്ലഹൻ നാസി ലൗ ഫഅലഹു ഇർളാഅൻ ലിഗൈരിഹി സാറ മിനദ്ദാലിമീൻ. ജനങ്ങളിൽ ഏറ്റവും നല്ല ആൾ, ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയോ അങ്ങനെ വല്ല ഇബാദത്തോ ചെയ്താൽ അയാൾ അതിക്രമകാരികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. എത്ര നല്ല ആളായിരുന്നാലും ശരി. അതിനുള്ള തെളിവെന്താ? അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്, നബിയെ, താങ്കൾ എങ്ങാനും ഇത് ചെയ്താൽ താങ്കൾ ലാലിമുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. എത്ര നല്ല ആളായിട്ടും കാര്യമില്ല, ശിർക്ക് ചെയ്താൽ അതോടുകൂടി അതിക്രമകാരികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു. അൽ ഖാമിസതു, അഞ്ചാമത്തെ മസ്അല, തഫ്സീറുൽ ആയത്തില്ലതി ബഅദഹാ. ഒന്നാമത്തെ ആയത്തിന് ശേഷമുള്ള രണ്ടാമത് അള്ളാഹു പറഞ്ഞ ആയത്ത് എന്താണത്? ഈ ആയത്തിൻ്റെ തൊട്ടുടനെ അള്ളാഹു പറഞ്ഞു, വൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ വൻ യുരിദ്ക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫദ്ലിഹി
മേൽപ്പറഞ്ഞ ആയത്തിന്റെ തൊട്ടുടനെ റബ്ബ് പറയുന്നു, ഓ നബിയെ, താങ്കൾക്ക് വല്ല പ്രയാസവും ബാധിച്ചാൽ അത് നീക്കാൻ അള്ളാഹു അല്ലാതെ ഒരാളും തന്നെയില്ല. താങ്കൾക്ക് വല്ല ഖൈറും അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിനെ തടുക്കാൻ അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ തടുക്കാൻ ഒരാളും തന്നെയില്ല. അസ്സാദിസതു, ആറാമത്തെ മസ്അല, കൗനി ദാലിക ലാ യൻഫഉ ഫിദ്ദുനിയ മഅ കൗനിഹി കുഫ്റൻ. കൗനി ദാലിക, ആ കാര്യം, ഏത് കാര്യം? അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ലാ യൻഫഉ ഫിദ്ദുനിയ, ദുനിയാവിൽ ഒരാൾക്കും ഉപകാരപ്പെടുകയില്ല. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടിയാൽ ദുനിയാവിൽ അയാൾക്കൊരു ഉപകാരവും കിട്ടാൻ പോകുന്നില്ല. മഅ കൗനിഹി കുഫ്ര, അതോടൊപ്പം അത് കുഫ്റാണ്. ആ ആളുകൾ അത് നിഷേധിക്കും, അതോടൊപ്പം റബ്ബിനെ നിഷേധിക്കലും ആണ്. അസ്സാബിഅതു, ഏഴാമത്തെ മസ്അല, തഫ്സീറുൽ ആയത്തി സാലിസ, മൂന്നാമത് അള്ളാഹു പറഞ്ഞ ആയത്തിന്റെ വിശദീകരണം, അഥവാ ഫബ്തഗു ഇൻദല്ലാഹി റിസ്ഖ വഅബ്ദു, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം റിസ്ഖിനെ ചോദിക്കുക, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക. റിസ്ഖ് റബ്ബിൻ്റെ കയ്യിലാണ്, അള്ളാഹു മാത്രമേ അത് നൽകാനുള്ളൂ. അള്ളാഹു അല്ലാത്തവരുടെ കയ്യിൽ നമ്മുടെ റിസ്ഖ് ഇല്ല. അസ്സാബിനതു, എട്ടാമത്തെ മസ്അല, അന്ന തലബ റിസ്ഖി ലാ യൻബഗി ഇല്ലാ മിനല്ലാഹ് കമാ അന്നൽ ജന്നത ലാ തുത്ലബു ഇല്ലാ മിൻഹു. റിസ്ഖ്, ഉപജീവനം, അത് അള്ളാഹുവിനോടല്ലാതെ ചോദിക്കാൻ പാടുള്ളതല്ല. ഏതുപോലെ സ്വർഗം അള്ളാഹുവിനോടല്ലാതെ ചോദിക്കാൻ പാടില്ല എന്നതുപോലെ. അപ്പോൾ നോക്കൂ, ദുനിയാവിലുള്ള റിസ്ഖ് അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പാടില്ല. ആഖിറത്തിലുള്ള റിസ്ഖാണ് എന്ത്? സ്വർഗം. ഒരാൾ സ്വർഗം അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുമോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെയാണ് റിസ്ഖിനും. റിസ്ഖിൽ നമ്മൾ പറഞ്ഞു എല്ലാം പെട്ടു. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, സന്താനം, ദുനിയാവിലെ ആഫിയത്ത്, സൗഖ്യം, കച്ചവടം, ലാഭം, എല്ലാം അതിൽപ്പെട്ടു. സ്വർഗത്തെ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുകയില്ല എന്നതുപോലെ റിസ്ഖിനും അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പാടില്ല. അത്താസിഅതു, ഒൻപതാമത്തെ മസ്അല, തഫ്സീറുൽ ആയത്തി റാബിഅ, നാലാമത്തെ ആയത്തിന്റെ തഫ്സീർ. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ എന്ന ആയത്തിന്റെ തഫ്സീർ. എന്താണ് ആയത്തിന്റെ തഫ്സീർ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവനായ ഒരാളും തന്നെയില്ല. അൽ ആശിറ, പത്താമത്തെ മസ്അല, ദിക്റു അന്നഹു ലാ അളല്ലു മിമ്മൻ ദഅ ഗൈറല്ലാഹ്. ഈ ആയത്തിൽ പറഞ്ഞ കാര്യമാണ്. അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവനായ ദലാലത്തിലായി പോയ ഒരാളും തന്നെയില്ല എന്ന ഓർമ്മപ്പെടുത്തൽ. അൽ ഹാദിയത അശ്റ, പതിനൊന്നാമത്തെ മസ്അല, അന്നഹു ഗാഫിലുൻ അൻ ദുആഇ ദാഇ ലാ യദ്രി അൻഹു. ഒരാൾ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഇയാൾ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവർ ഇയാളുടെ ദുആഇനെ തൊട്ട് അശ്രദ്ധരാണ്, അവർ അറിയുകയില്ല. അസ്സാനിയത അശ്റ, പന്ത്രണ്ടാമത്തെ മസ്അല, അന്ന തിൽക ദഅവത സബബുൻ ലിബുഗ്ദിൽ മദ്ഉവി ലിദ്ദാഇ വഅദാവതിഹി ലഹു. വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഇവർ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഇവരോട് വെറുപ്പുണ്ടാവാൻ അത് കാരണമായി തീരും. പരലോകത്തവർ ശത്രുക്കളായി മാറും എന്ന കാര്യം ഈ അധ്യായത്തിൽ നിന്നും ലഭിക്കുന്ന മസ്അലയാണ്. അസ്സാലിസത അശ്റ, തസ്മിയതു തിൽക ദഅവതി ഇബാദതൻ ലിൽ മദ്ഉവി. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് ആരെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവർക്കുള്ള ഇബാദത്താണ് എന്നാണ് അള്ളാഹു ഇവിടെ നാമം നൽകിയത്. ഇബാദത്ത് എന്നാണ് അള്ളാഹു വിളിച്ചത്. ഒരാൾ മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് വിളിച്ചാൽ അത് മുഹീദ്ദീൻ ഷെയ്ഖിനുള്ള ഇബാദത്താണ്. പരലോകത്തെത്തിയാൽ മുഹീദ്ദീൻ ഷെയ്ഖ് അതിനെ നിഷേധിക്കും. ഈ ആളുകളോട് മുഹീദ്ദീൻ ഷെയ്ഖിന് വെറുപ്പായിരിക്കും. അൽ ഖാമിസത അശ്റ, പതിനഞ്ചാമത്തെ കാര്യം, അന്ന ഹാദിഹിൽ ഉമൂറ ഹിയ സബബു കൗനിഹി അളല്ലന്നാസ്. ഈ പറഞ്ഞ കാര്യങ്ങൾ അഥവാ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് അവർ ഈ ആളുകൾക്ക് ഉത്തരം നൽകുകയില്ല. ഈ ആളുകളുടെ പ്രാർത്ഥനയെ തൊട്ട് അവർ അശ്രദ്ധയിലാണ്.
ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നാളിൽ ഇവർ വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ട ആളുകൾ വിളിച്ചു പ്രാർത്ഥിച്ചവരുടെ ശത്രുക്കളായി മാറും. അതുപോലെ അവർ ചെയ്ത ഇബാദത്തിനെ അവർ നിഷേധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്ന ഒരുവൻ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വഴികേടിൽ അകപ്പെട്ടവനായി തീർന്നു. അതാണ് അന്നഹാദിൽ ഉമൂർ. അന്നഹാദിൽ ഉമൂറ എന്ന് പറഞ്ഞാൽ ഈ ആയത്തിൽ വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ല എന്ന ആയത്തിൽ പരാമർശിച്ച കാര്യങ്ങളാണ്. അതൊരാളിൽ ഉണ്ടായാൽ അവൻ ജനങ്ങളിൽ ഏറ്റവും വഴിവെച്ചവനാണ് എന്നത്. അസ്സാദിസത അശറ 16ാമത്തെ മസ്അല തഫ്സീറുൽ ആയത്തിൽ ഖാമിസ. അഞ്ചാമത് ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ പറഞ്ഞ അള്ളാഹുവിൻ്റെ ആയത്ത് അതിൻ്റെ തഫ്സീർ അഥവാ അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅ. കഷ്ടപ്പെടുന്നവൻ പ്രയാസപ്പെടുന്നവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അള്ളാഹു അല്ലാതെ ഉത്തരം നൽകാനില്ല, പ്രയാസങ്ങൾ നീക്കാൻ റബ്ബല്ലാതെ മറ്റാരുമില്ല എന്നത്. അസ്സാബിഅത അശറ 17ാമത്തെ മസ്അല അൽ അംറുൽ അജീബ്. അത്ഭുതകരമായ കാര്യം. സഹോദരങ്ങളെ ശരിക്കും ശ്രദ്ധിക്കണം. ഷെയ്ഖ് റഹിമഹുല്ല അൽ മസ്അലത്തുൽ അദീമ, അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യമാണ്, അത്ഭുതകരമായ കാര്യമാണ് എന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരമായ കാര്യം തന്നെയാണ്. എന്താണത്? വഹുവ ഇഖ്റാറു അബദത്തിൽ ഔസാനി അന്നഹു ലാ യുജീബുൽ മുൽത്തറ ഇല്ലാ അല്ലാഹ്. ബിംബങ്ങളെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആളുകൾ അവർ അംഗീകരിക്കുന്ന കാര്യമാണ് അന്നഹു ലാ യുജീബുൽ മുൽത്തറ ഇല്ലല്ലാഹ്. കഷ്ടപ്പെടുന്നവൻ പ്രയാസപ്പെടുന്നവൻ അവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അല്ലാഹു അല്ലാതെ ഉത്തരം നൽകാനില്ല. ഒരാപത്തിൻ്റെ ഘട്ടത്തിൽ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അല്ലാഹു മാത്രമേ ഉത്തരം നൽകുകയുള്ളൂ എന്നത് ബിംബാരാധകർ വിഗ്രഹാരാധകർ വരെ അംഗീകരിച്ച കാര്യമാണ്. വലി അജ്ലി ഹാദാ യദ്ഊനഹു ഫിശ്ശദാഇദി മുഖ്ലിസീന ലഹുദ്ദീൻ. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രയാസം ബാധിച്ചാൽ, അവർക്ക് അങ്ങേയറ്റം അവർ കുടുങ്ങിപ്പോയാൽ ഇഖ്ലാസോടുകൂടി അവർ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കും. ഇത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ കാര്യമാണ്. സൂറത്തുൽ അൻകബൂത്തിൽ അള്ളാഹു പറഞ്ഞു മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച്, ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ മുശ്രിക്കുകൾ കപ്പലിൽ കയറിയാൽ, എന്നിട്ട് കാറ്റും കോളും വന്ന് കപ്പൽ ആടി ഉലയാൻ തുടങ്ങിയാൽ, അവർ അപകടത്തിൽ പെടും എന്നായാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി അവർ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കും. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ, അങ്ങനെ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി കരയിലേക്ക് എത്തിച്ചാൽ ഇദാഹും യുശ്രിക്കൂൻ, അവരതാ വീണ്ടും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നു. ഈ ആയത്തിൽ തെളിവുണ്ട്. വേറെയും ആയത്തുകൾ നമുക്ക് കാണാം. അവർ അവരുടെ സകല ഇലാഹുകളെയും ഉപേക്ഷിച്ചുകൊണ്ട് റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കും. കഷ്ടപ്പെട്ടാൽ പ്രയാസപ്പെട്ടാൽ ഒരു രക്ഷയുമില്ല എന്ന് തോന്നിയാൽ. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ സഹോദരങ്ങളെ ഇക്രിമത്ത് ബിൻ അബി ജഹൽ റളിയല്ലാഹു അൻഹു, അബൂജഹലിൻ്റെ മകനാണ് ഇക്രിമ. അബൂജഹൽ മുശ്രിക്കുകളുടെ നേതാവാണ്, കാഫിറായി മുശ്രിക്കായി കൊല്ലപ്പെട്ടവനാണ്. എന്നാൽ ഇക്രിമ അയാളുടെ മകൻ, അദ്ദേഹം സഹാബിയാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രത്തിൽ കാണാം, തഫ്സീറിൻ്റെ കിതാബുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചടക്കിയപ്പോൾ 4ഓളം ആളുകളുടെ പേരുകൾ അവിടെ എഴുതി തൂക്കിയിരുന്നു. അവരെ കിട്ടിയാൽ കൊന്നുകളയണം, കാരണം അവർ അത്രയും ക്രൂരന്മാരാണ്. അതിലൊരാൾ ഇക്രിമയായിരുന്നു റളിയല്ലാഹു അൻഹു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചടക്കിയപ്പോൾ അദ്ദേഹം അബ്സീനയിലേക്ക് ഓടി രക്ഷപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം കപ്പലിൽ കയറി സഞ്ചാരം യാത്ര ആരംഭിച്ചപ്പോൾ തഫ്സീറുകളിൽ നമുക്ക് കാണാം ഇൽതറബത് ബിഹിമുസ് സഫീന, കപ്പൽ ആടി ഉലയാൻ തുടങ്ങി. അങ്ങനെ അതിൻ്റെ ആളുകൾ ഫഖാല അഹ്ലുഹ, അപ്പോൾ അതിലുള്ള ആളുകൾ പറഞ്ഞു, യാ ഖൗമി അഖ്ലിസൂ ലിറബ്ബികുമുദ് ദുആ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് മാത്രം നിഷ്കളങ്കമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഫഇന്നഹു ലാ യുൻജി ഹാഹുനാ ഇല്ലാ ഹുവ, കാരണം ഇവിടെ ഈ സന്ദർഭത്തിൽ അവനല്ലാതെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ മറ്റൊരാളും തന്നെയില്ല. നോക്കൂ, നിങ്ങൾ പ്രയാസപ്പെട്ടപ്പോൾ മരിക്കുമെന്നായപ്പോൾ അവർ പറഞ്ഞു റബ്ബിനെ മാത്രം വിളിക്കുക, ഇനി ഒരാളെയും വിളിച്ചിട്ട് കാര്യമില്ല. ഇന്ന് സഹോദരങ്ങളെ ഒരു വണ്ടി ഇടിച്ചാൽ 100 വിളികൾ നമുക്ക് കേൾക്കാം. മക്കയിലെ മുശ്രിക്കുകൾ പ്രയാസപ്പെട്ടാൽ കഷ്ടപ്പെട്ടാൽ റബ്ബിനെ വിളിക്കും.
ഇന്നത്തെ ആളുകൾ പ്രയാസത്തിൻ്റെ ഘട്ടത്തിലാണ് അള്ളാഹു അല്ലാത്തവരെ വിളിക്കുക. പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ അവർ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കും, ബദ്രീങ്ങളെ വിളിക്കും, മമ്പർത്ത് തങ്ങളെ വിളിക്കും. മക്കയിലെ മുശ്രിക്കുകൾ പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ അള്ളാഹുവിനെ വിളിക്കും. അതാണ് മുമ്പ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ഒരു സംഭവം പറയപ്പെട്ടതായി കാണാം. കുത്തുബിയത്ത് നടത്തിയപ്പോൾ കുത്തറാത്തീബ് നടത്തി. കുത്തറാത്തീബിൽ ഒരാൾക്ക് നന്നായി മുറിവേറ്റു. അങ്ങനെ അയാൾ വീണു. അപ്പോൾ ആളുകൾ പറഞ്ഞു, വിളിക്ക് മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്ക്. കാരണം കുത്തുബിയത്ത് മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കലാണല്ലോ. അപ്പോൾ ഈ കുത്തേറ്റ് ഈ പ്രയാസം അനുഭവിക്കുന്ന ഇയാൾ പറഞ്ഞു, ഇനി മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചിട്ട് കാര്യമില്ല, ആംബുലൻസ് വിളിക്കലാണ് നല്ലത്. നോക്കൂ നിങ്ങൾ, പ്രയാസഘട്ടത്തിൽ ആളുകൾ മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കാനാണ് പറയുന്നത്. സാധു ബുദ്ധിയുള്ള മനുഷ്യൻ പറഞ്ഞു, ഇനി മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചിട്ട് കാര്യമില്ല, ഞാൻ മരിച്ചു, ആംബുലൻസ് വിളിക്കുന്നു. നോക്കൂ, മക്കയിലെ മുശ്രിക്കുകൾ പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ അള്ളാഹുവിനെ വിളിച്ചിരുന്നു. അങ്ങനെ ഇക്രിമ റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വന്തത്തോട് ചോദിച്ചു, ഈ കടലിൽ ഈ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ രക്ഷപ്പെടുത്താൻ അള്ളാഹു അല്ലാതെ മറ്റൊരാളുമില്ല എങ്കിൽ കരയിലും ആ റബ്ബ് തന്നെയല്ലേ രക്ഷപ്പെടുത്താനുള്ളൂ. അദ്ദേഹത്തിന് അവിടെ വെച്ച് ബോധോദയം വന്നു. ആ കപ്പലിൽ വെച്ച് ആ സന്ദർഭത്തിൽ അദ്ദേഹം ചിന്തിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം അവിടെ വെച്ച് സത്യം ചെയ്തു, അള്ളാഹുവേ, എന്നെ നീ രക്ഷപ്പെടുത്തി കരയിലേക്ക് എത്തിച്ചാൽ ഞാൻ തിരിച്ചുപോയി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് അവിടുത്തെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്യും. അവിടുന്ന് എനിക്ക് എന്നോട് കാരുണ്യം കാണിക്കും, ദയ കാണിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം തിരിച്ചു ചെന്നു, എന്നിട്ട് മുസ്ലിമായി എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പോൾ നോക്കൂ നിങ്ങൾ, എന്തിനാണിത് പറഞ്ഞത്? അൽ അംറുൽ അജീബ് എന്ന് ഷെയ്ഖ് റഹിമഹുല്ലാ പറഞ്ഞതിൽ നിന്നാണ് അങ്ങോട്ടേക്ക് പോയത്. അത്ഭുതകരമായ കാര്യമാണ്. ബിംബാരാധകർ, വിഗ്രഹാരാധകർ വരെ പ്രയാസഘട്ടങ്ങളിൽ റബ്ബല്ലാതെ ഉത്തരം നൽകാനില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. 18ാമത്തെ മസ്അല, ഹിമായത്തുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിമത്ത് തൗഹീദ് വത്തഅദ്ദുബ് മഅ അല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൗഹീദിൻ്റെ സംരക്ഷണം, അള്ളാഹുവിനോടുള്ള മര്യാദ. സഹാബത്ത് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ ചെയ്യാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലാ യുസ്തഗാഥു ബി, എന്നോട് നിങ്ങൾ ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല, മറിച്ച് അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ ചെയ്യാൻ പാടുള്ളൂ. ഈ 18ഓളം മസ്അലകൾ ഷെയ്ഖ് റഹിമഹുല്ലാ ഈ അധ്യായത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഇനി സഹോദരങ്ങളെ, അവസാനമായി അതുകൂടി പറയട്ടെ. അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസയും ദുആവും പാടുള്ളൂ, അള്ളാഹു അല്ലാത്തവരോട് അവ രണ്ടും പാടില്ല എന്ന് പറഞ്ഞു. ബദറിൻ്റെ രണാങ്കണത്തിൽ ഇസ് തസ്തഗീസൂന റബ്ബക്കും എന്നാണ് അള്ളാഹു അവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത്. അള്ളാഹുവിനോട് നിങ്ങൾ ഇസ്തിഗാസ ചെയ്തപ്പോൾ ഫസ്തജാബ ലക്കും, അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകി. ഇസ്തിഗാസ എന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, റബ്ബിനോട് മാത്രമുള്ള ഇസ്തിഗാസ. രണ്ടാമത്തേത് സൃഷ്ടികളോടുള്ള ഇസ്തിഗാസയാണ്. അത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, ഇസ്തിഗാസത്തുൻ ബിൽ മഖ്ലൂഖി ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ, അവർക്ക് കഴിയാത്ത കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കുക എന്നത് ഇസ്തിഗാസയാണ്. അത് ശിർക്കാണ്. ഉദാഹരണത്തിന്, രോഗം മാറ്റാൻ, പ്രയാസങ്ങൾ നീക്കാൻ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുക എന്നത് ഷിർക്കിൽപ്പെട്ടതാണ്. അവരോടുള്ള ഇസ്തിഗാസ ഷിർക്കിൽപ്പെട്ടതാണ്. കാരണം എന്താണ്? അത് അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ, അവരുടെ കഴിവിൽപ്പെട്ടതല്ല. രണ്ടാമത്തെ സൃഷ്ടികളോടുള്ള ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ഫീമാ യഖ്ദിറു അലൈഹി, അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളാണ്. അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ അള്ളാഹു പറഞ്ഞത്, ഫസ്തഗാസഹു അല്ലദീ മിൻ ശീഅതിഹി അലല്ലദീ മിൻ അദുവ്വിഹി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ഒരാളെ, ഫിറഔനിൻ്റെ കൂട്ടത്തിലുള്ള ശത്രുക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ കൊല്ലാൻ നോക്കുകയാണ്, ഉപദ്രവിക്കുകയാണ്. അപ്പോൾ ഈ വ്യക്തി ഖിബ്തി, ഈ വ്യക്തി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫസ്തഗാസഹു, ഇസ്തിഗാസ ചെയ്തു. ഫവകസഹു മൂസ ഫഖള അലൈഹി, മൂസാ നബി അയാൾക്കൊരു ഇടി കൊടുത്തു, അയാൾ മരിച്ചു. ഈ സംഭവം സൂറത്തുൽ ഖസസിൽ 15ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. ഇവിടെ ഇസ്തിഗാസ എന്നാണ് അള്ളാഹു പ്രയോഗിച്ചത്.
ഇത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യമാണ് ആ വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ചത്. അതുകൊണ്ട് ആ ഇസ്തിഗാസ എന്തല്ല, ഷിർക്കല്ല. അത് ഷിർക്കാണെങ്കിൽ അള്ളാഹു അങ്ങനെയല്ല പറയുക. ഒരാളുടെ കഴിവിൽപ്പെട്ട കാര്യം അയാളോട് ചോദിക്കുക എന്നത് ഷിർക്കിൽപ്പെട്ടതല്ല. അതുകൊണ്ടാണ് വീട്ടിലുള്ള ഭാര്യയോട് വെള്ളം ചോദിക്കുന്നതും ചായ ചോദിക്കുന്നതും. അതുപോലെ തന്നെയാണ് ഒരാളോട് കടം ചോദിക്കുക. അതല്ലെങ്കിൽ ഒരാൾ മുങ്ങി മരിക്കാൻ പോവുകയാണ്, അടുത്ത് ഒരാളുണ്ട്, അയാൾക്ക് നീന്താൻ അറിയാം, അയാളോട് പറയുകയാണ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ, അല്ലെങ്കിൽ അടുത്ത് കാണുന്ന ഒരാളോട് രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്നു. അത് ഇസ്തിഗാസയാണ്, പക്ഷേ അത് ഷിർക്കല്ല, കാരണം അയാളുടെ കഴിവിൽപ്പെട്ടതാണ്. എന്നാൽ ഒരാൾ മുങ്ങി മരിക്കുമ്പോൾ ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിച്ചാൽ അത് ഷിർക്കാണ്. കാരണം ബദരീങ്ങളുമായി യാതൊരു കാര്യകാരണ ബന്ധവും അവിടെയില്ല, കേൾക്കുന്നില്ല, കാണുന്നില്ല. അതുകൊണ്ട് ഇസ്തിഗാസ രണ്ട് രൂപത്തിലാണ്. ഒന്ന് അള്ളാഹുവിനോട്, രണ്ട് പടപ്പുകളോടുള്ള ഇസ്തിഗാസ രണ്ട് രൂപത്തിലാണ്. ഒന്ന് അവരുടെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ, രണ്ട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ. കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ അത് ഷിർക്കാകും, കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ അത് ഷിർക്കല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മെ സഹായിക്കുമാറാവട്ടെ. തൗഹീദിലായിക്കൊണ്ട് സുന്നത്തിലായിക്കൊണ്ട് ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വഅഅലം. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.